ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണ്. ടാറ്റ മോട്ടോഴ്സ് കുറേ കാലമായി പറഞ്ഞിരുന്ന ഒരു മോഡലാണ് എന്നോടൊപ്പമുള്ളത്, ടാറ്റ സിയാറ.EV. ശരിക്കും മോട്ടോ എക്സ്പോയിൽ ആദ്യം ഇവർ ഒരു EV അവതരിപ്പിക്കുമെന്നായിരുന്നു, സിയാറ എന്നുള്ള ആ ഒരു ബ്രാൻഡിൻ്റെ EV അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ വളരെ വൈകിയാണെങ്കിലും ഈ വാഹനത്തെ ഇവർ അവതരിപ്പിച്ചിരിക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിലാണ് ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് നൂതന സാങ്കേതിക വിദ്യയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവ എങ്ങനെയൊക്കെ നമുക്ക് ഉപകാരപ്രദമാകും എന്ന് നമുക്ക് നോക്കാം ഇന്ന്. മുൻ മോഡലുകൾ പോലെ തന്നെ ടാറ്റ ഈ EVയെയും അതേപോലെ ഐസ് മോഡലിനും ചെറിയ ചില മാറ്റങ്ങൾ കാഴ്ചയിൽ വരുത്തിയിരിക്കുന്നു. കാര്യം അതിൻ്റെ ഒരു ഡിഫറൻസ് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, അതിൻ്റെ ഒരു മാറ്റം വളരെ പ്രകടമാണ്. ഒരു കണക്റ്റഡ് LED ലൈറ്റ് വന്നിരിക്കുന്നു. അഡാസിൻ്റെ സംവിധാനങ്ങളും ഓട്ടോ പാർക്കും ഉള്ളതുകൊണ്ട് സെൻസേഴ്സ് ഇതിൻ്റെ ആ ഒരു ഈ വീൽ ആർച്ചിൻ്റെ ഈ ഒരു ഭാഗം മുതൽ കൊടുത്തിരിക്കുകയാണ്. ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷാണ് ഈ ഒരു ഭാഗത്തിന് കൊടുത്തിരിക്കുന്നത്. ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നുന്ന രീതിയിൽ അതിനെ മാറ്റിയിരിക്കുന്നു. വളരെ പവർഫുള്ളായ ഹൈ LED ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമ്മൾ നോക്കിയാൽ അറിയാം, ഒരു ഫോഗ് ലാമ്പും കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും ടാറ്റയുടെ ആ ഒരു തനതായ ശൈലിയിൽ തന്നെ നിർമ്മിച്ചെങ്കിലും മൊത്തത്തിൽ ഈ ഒരു EVയുടെ മുൻഭാഗം കാണുമ്പോൾ അത് EV ആണെന്നും അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഐസ് മോഡലും തമ്മിലുള്ളൊരു വ്യത്യാസം വളരെയധികം പ്രകടമാണ്. നമുക്ക് മുൻഭാഗത്ത് മാത്രമേ ആ ഒരു EVയുടെ ഒരു വ്യത്യാസം മനസ്സിലാവൂ. സൈഡിൽ നോക്കിയാൽ നമുക്കൊരു വ്യത്യാസവും പ്രകടമാകില്ല. പക്ഷേ എന്നാൽ ഈ ഭാഗത്ത് ടാറ്റ.EV എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഫ്ലൈഡ് വീലാർച്ചാണ്, അതും ഒരു ഗ്ലോസി ഘടകമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഒരു 19 ഇഞ്ച് ടയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം എല്ലാ തരം റോഡിലൂടെയും പോകാൻ കഴിയുന്ന ആ ഒരു വിധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ടയറാണ്. കാര്യം ഇതൊരു ഓൾ വീൽ ഡ്രൈവിൽ വരുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ. പിന്നെ 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകിയിരിക്കുന്നു. ഇത്ര ഒരു EVകൾക്ക് പൊതുവേ ഉള്ള ഒരു പരാതി എന്ന് പറഞ്ഞാൽ ക്ലിയറൻസ് കുറവാണ്. കാരണം ബാറ്ററി പാക്ക് വരുമ്പോൾ ക്ലിയറൻസ് വളരെ കുറവാണെന്നുള്ളതല്ല, 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ ഈ വാഹനത്തിന് കൊടുത്തിരിക്കുകയാണ്. ഒരു ബ്ലാക്ക് ഫിനിഷ്, ബോഡി കളറൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബ്ലാക്ക് റൂഫ് റെയിൽ വന്നിരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 540 ഡിഗ്രി ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ മിററിൻ്റെ അടിയിലും ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ ഈ ഭാഗത്ത് നോക്കിയാൽ ഒരു N എന്നെഴുതിയിരിക്കുന്ന ഒരു ഇത് കാണാം. കാരണം ഇത് നമുക്ക് കീ ഉപയോഗിച്ചും ഒരു സ്മാർട്ട് കാർഡ് പോലെയുള്ള ഒരു കാർഡ് ഉപയോഗിച്ചും നമുക്കിതിനെ സ്റ്റാർട്ട് ചെയ്യാനും ഈ വാഹനത്തെ ആക്സസ് ചെയ്യാനും സാധിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇവിടെ വെറുതെ അതൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ബാക്കി മുമ്പുണ്ടായിരുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഗ്ലാസ് ഏരിയയും അതിനൊരു ബ്ലാക്ക് കളറും ഒക്കെ കൊടുത്തിരിക്കുന്നതും അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. പിന്നെ മറ്റൊരു പുതുമ എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ട് ഒരു QWD ഡ്യുവൽ മോട്ടർ നൽകിയിട്ടുണ്ട്. കാര്യം അത് ഇതിൻ്റെ സാങ്കേതികതയാണ്. അതായത് ഇതിന് 2 മോട്ടറാണുള്ളത്, ഫ്രണ്ട് വീലിനും അതേപോലെ തന്നെ ബാക്കിലേക്കും. അതുകൊണ്ട് തന്നെ 4 വീലുകൾക്കും കൃത്യമായ പവർ നൽകി പോകുന്നുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സിയാറ.EV എന്നുള്ള ഈ ഒരു ബാഡ്ജിങ്ങും ഈ ലോഗോയും അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഇതിൻ്റെ ആ ഒരു ഗ്രീനും വരുമ്പോൾ മാത്രമേ ഇതൊരു EV ആണെന്ന് മനസ്സിലാവൂ. ആ ഒരു സ്പോയിലറും അതുപോലെയുള്ള ഘടകങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു കണക്റ്റഡ് ആ ഒരു ടെയിൽ ലൈറ്റ് സെറ്റാണ്. പക്ഷേ ഈ ഒരു ബാക്കിൻ്റെ ഡിസൈൻ എന്തോ നമ്മൾ ഐസ് മോഡലിലും വലിയ ഒരു ഭംഗിയായിട്ടൊന്നും തോന്നിയില്ല. അവസാനം എന്തോ ബാക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ മറ്റേ എല്ലാം കൂടി വെട്ടിക്കൂട്ടിയ പോലൊരു തോന്നലാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇവിടെയും ഗ്ലോസി ഘടകങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാവുന്ന ടെയിൽ ഗേറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് കാല് മറ്റേ ഈ പറയുന്ന പോലെ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കുറച്ചധികം ലക്ഷറി വാഹനങ്ങൾക്ക് സമാനമാണ്. നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ ഒരു ലക്ഷറി വാഹനത്തിൽ കയറിയ ഒരു ഫീലൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ മറ്റ് മുമ്പുള്ള മോഡലുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഐസ് മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ചില കളർ തീമുകളിലൊക്കെയാണ്, അതിന് സീറ്റുമായിട്ട് ചേരുന്ന രീതിയിൽ ആ ഒരു സെൻട്രൽ ഒരു 3D ഇഫക്ട്സ് ഉള്ള ഒരു സെൻട്രൽ കൺസോളും ഡാഷ്ബോർഡും ഒക്കെ തന്നെ ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. പിന്നെ ഇതിനകത്ത് മറ്റൊരു ആകർഷണം, എല്ലാവരെയും പെട്ടെന്ന് ഞെട്ടിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് തിയേറ്റർ പ്രോയോടുകൂടിയ ഹൊറൈസൺ വ്യൂ ട്രിപ്പിൾ സ്ക്രീനാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ വാഹന നിർമ്മാതാവ് ഇപ്പോൾ മഹീന്ദ്ര ആയാലും ഇപ്പോൾ ടാറ്റ ആയാലും ഒക്കെ അവരുടെ മുൻ മോഡലുകളിലൊക്കെ ഈ സാധനങ്ങൾ വന്ന് തുടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പം ഏറ്റവും അറ്റത്തായിട്ടുള്ളത് ശരിക്കും ആ ഒരു എൻ്റർടൈൻമെൻറ്റ് സോണെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്ക് വീഡിയോ കാണാനും യൂട്യൂബ് കാണാനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യാനും, അതുമാത്രമല്ല ഒരു ഗെയിമിംഗ് സെഷൻ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. QR കോഡ് പോലെ ഉപയോഗിച്ചുകൊണ്ട് പെയർ ചെയ്ത് നമുക്ക് മൊബൈൽ ഉപയോഗിച്ച്, അതായത് ജോയ്സ്റ്റിക്ക് പോലെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നമുക്കത് കളിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് എത്ര പേർക്ക് വേണമെങ്കിലും അത് പെയർ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. കാരണം ആരെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് ഗെയിം കളിക്കാനാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ അല്ല, കുട്ടികളെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ നടക്കിയിരുത്താൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ ഇതിനകത്ത് JBLൻ്റെ ഒരു 12 സ്പീക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഒരു സൗണ്ട് ബാറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഡോൾബി ഫീല് ഇതിനകത്ത് ലഭിക്കുന്നു. അതിൻ്റെ എല്ലാ സെറ്റിങ്സും ഈ സ്ക്രീനിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അതുമാത്രമല്ല, ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെ വേണം എന്നുള്ളത് പോലും നമുക്ക് കൃത്യമായി ഈ ഇത് പെയർ ചെയ്യുന്നതോടുകൂടി നമുക്കിത് മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. അതുമല്ല
ഇവർ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്ക്രീനിലേക്ക് ചില വീഡിയോകൾ നമ്മൾ പോലും അറിയാതെ ചില സർപ്രൈസായി ചില വീഡിയോകളൊക്കെ ഇടും. ഓരോ സമയത്ത് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് പ്രത്യേകിച്ച് നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ അപ്ഡേഷനോ ഒന്നുമല്ല, അത് കൃത്യമായി ടാറ്റ തന്നെ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു സർപ്രൈസും അവർ ഇതിനകത്തൂടി നൽകുന്നുണ്ട്. പിന്നെ ഓട്ടോ പാർക്ക് അസിസ്റ്റ് സംവിധാനം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് arcade.ev എന്നുള്ള ഒരു ടെക്നോളജി. അതിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഒരുപാട്, കാരണം ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയാണ് ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നതായി നമുക്ക് കാണാം. പിന്നെ മീറ്റർ കൺസോളിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ഈ എനർജി ഇൻഫർമേഷൻ കൃത്യമായ രീതിയിൽ നൽകുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഏത് മോഡിലാണ് പോകുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഇത് എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ വലതുഭാഗത്തായിട്ടാണ് സാധാരണ നേരത്തെയൊക്കെ ഇവിടെ ആയിരുന്നു റോട്ടറി സ്വിച്ച് പോലെ ഉപയോഗിച്ചിരുന്ന ടെറൈൻ മോഡിൻ്റെ ആ ഒരു സ്വിച്ച് ഇവിടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ഈ റൈറ്റ് സൈഡിലേക്ക് അത് മാറ്റിയിരിക്കുകയാണ്. നോർമലി ഇക്കോ, സിറ്റി, ബൂസ്റ്റർ, അതേപോലെ സ്പോർട്ട് അങ്ങനെയുള്ള മോഡുകൾ കൂടാതെ ശരിക്കും ബാക്കി ഇത് ഒരു സാൻഡിലൂടെയും അതേപോലെ തന്നെ മഡിലൂടെയും റോക്കിലൂടെയും നമുക്ക് കസ്റ്റം ചെയ്ത് തന്നെ ഈ മോഡിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അതിനെ മാറ്റി. പിന്നെ സ്റ്റിയറിംഗ് ആണെങ്കിൽ ബാക്കിയൊന്നുമില്ല, മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. പിന്നെ സീറ്റാണ് ഈ തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്ക് അതിനെ മാറ്റി. വെന്റിലേറ്റഡ് സീറ്റാണ്. ഇതിനുള്ളിലൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. മൊബൈൽ ചാർജിങ് ഭാഗം ഈ ഭാഗത്തായിട്ട് ഇതിനടിയിലായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പുറത്തുനിന്ന് പറഞ്ഞ ആ ഒരു വണ്ടി ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ കീ എന്ന് പറയുന്നത് ഇതാണ്. ഇത് കയ്യിലുണ്ടായാൽ നമുക്ക് ഈ വാഹനം വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ കഴിയും. കാരണം ആ കീ കൊണ്ട് നടക്കണമെന്നില്ല. പിന്നെ 540 ഡിഗ്രി ക്യാമറയാണ്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും, അതായത് നമുക്കിപ്പോൾ ഒരു ട്രാൻസ്പെയറൻറ്റ് അടിയിൽ എന്താണെന്നുള്ളത് ട്രാൻസ്പെയറൻ്റ് ആയിട്ട് തന്നെ കാണാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ക്യാമറ വരെ ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നു. കാരണം നമ്മുടെ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ കൃത്യമായ നിർദ്ദേശങ്ങളും കൃത്യമായ ഇൻഫർമേഷനുകളും ശരിക്കും ഈ ഒരു ക്യാമറയിലൂടെ ഈ വാഹനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അഡാസ് സംവിധാനം ഇതിനകത്ത് ഒരുക്കിയിരിക്കുകയാണ്. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇവിടെ തന്നെ ഒരുക്കിയിരിക്കുന്നു. അതൊക്കെ ഈ ലക്ഷറി വാഹനങ്ങളിലുള്ള ചില സംവിധാനങ്ങളാണ്. പിന്നെ നമ്മൾ നോക്കിയാലറിയാം പിന്നിലേക്കും AC വെൻ്റ് നൽകിയിരിക്കുകയാണ്. കുഴപ്പമില്ലാതെ 3 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവിടെ ഒരുക്കി നല്ല ലെഗ് സ്പേസ് ഒക്കെ കൊടുത്തിരിക്കുകയാണ്. ഫ്ലാറ്റാണ് ഇതിൻ്റെ ആ ഒരു ബോട്ടം. പിന്നെ നമ്മൾ നോക്കിയാൽ 622 ലിറ്റർ ബൂട്ട് സ്പേസും ഈ വാഹനത്തിന് നൽകിയിരിക്കുകയാണ്. സീറ്റ് ഫോൾഡ് ചെയ്ത് വേണമെങ്കിൽ അത് കൂട്ടുവാനും കഴിയുന്ന തരത്തിലേക്കൊക്കെ മാറ്റിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. സിയാറ EV എത്തുന്നത് 2 ബാറ്ററി പാക്കിലാണ്. ഒന്ന് 63 kWhൻ്റെയും ഒന്ന് 75 kWhൻ്റെയും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ടോപ്പ് എൻഡ് വേർഷൻ എന്ന് പറയുന്നത് 75 kWhൻ്റെ ബാറ്ററിയാണ്. ഇത് ഈ 75-ൽ മാത്രമേ ശരിക്കും ആ ഒരു ഓൾ വീൽ ഡ്രൈവ് സാങ്കേതികതയായ QWD ഉള്ളൂ. അപ്പോൾ ആ ഓൾ വീൽ ഡ്രൈവ് എന്നുള്ള ആ ഒരു സാങ്കേതികത മനസ്സിലാക്കുന്ന തരത്തിലായിരുന്നു ഇതിൻ്റെ ഡ്രൈവ്. ഏതിനാണോ പവർ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ രണ്ടിനും കൂടി ഒരുമിച്ച് കൊടുക്കണമെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പോൾ 2 മോട്ടറാണ് മുന്നിലും പിന്നിലുമായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം ഒരു 306 PS പവറും അതേപോലെ തന്നെ 504 Nm ടോർക്കും ഇത് നൽകുന്നുണ്ട്. അനായാസമായൊരു ഡ്രൈവാണ്. അത് പ്രത്യേകിച്ച് സിറ്റി മോഡിൽ തന്നെ അത്യാവശ്യം നമുക്ക് വേഗതയിൽ പോകാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ ആ ബൂസ്റ്റർ മോഡിലേക്ക് പോയിട്ട് നമ്മൾ ആ സ്പോർട്ട് മോഡ് നമ്മളോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. കാരണം 0-ൽ നിന്ന് 100 കിലോമീറ്ററിലെത്താൻ ഇവർ പറയുന്നത് 6.8 സെക്കൻഡാണ്. എന്നാലും അതിനനുസരിച്ച് കുഴപ്പമില്ലാത്തൊരു പവർ എടുത്ത് പോകാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ എനർജി റീജനറേറ്റ് ചെയ്യുന്നതും അതേപോലെ നമ്മൾ ഡ്രൈവിൻ്റെ ഒരു സ്വഭാവമൊക്കെ കൃത്യമായി മീറ്ററിലൂടെ നമുക്ക് കണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് ആണെങ്കിലും ഇപ്പോൾ നമ്മളൊരു 100 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്, പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നമ്മുടെ ആ ഒരു രീതിയിൽ വാഹനത്തെ നിർത്താൻ കഴിയുന്ന തരത്തിലേക്കാണ് ഇത് മാറ്റിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ ഒരു ഇന്ധനക്ഷമതയെക്കുറിച്ചാണ്. ഇന്ധനക്ഷമത എന്ന് പറയുന്നത് ഈ 75 kWhന് 665 കിലോമീറ്റർ റേഞ്ചാണ് നൽകുന്നത്. അതുമാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ അത് ഏറെ അംഗീകരിക്കുന്ന ഒരു ഇതാണ്. എന്നാൽ റിയൽ ടൈമിൽ ഒരു 510 മുതൽ 530 വരെ റേഞ്ചിൽ ഈ വാഹനത്തെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ടാറ്റ ഉറപ്പ് നൽകുന്നു. നമുക്കെപ്പോഴും ഒരു ആശങ്ക എന്ന് പറയുന്നത് നമ്മളെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ചാർജിങ്ങിനായിട്ട് സമയം ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതിനൊരു പോംവഴിയാണ് ടാറ്റ പറഞ്ഞിരിക്കുന്നത്. 15 മിനിറ്റ് കൊണ്ട് 250 കിലോമീറ്റർ പോകാനുള്ള റേഞ്ച് ഉണ്ടാവും. പക്ഷേ എത്ര ശതമാനം ബാലൻസ് ഉള്ളപ്പോഴാണ് ഈ 15 മിനിറ്റ് കൊണ്ട് 250 എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ആ ഒരു ശതമാനം കൂടി അറിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. എങ്കിലും Harrier.ev ഇതും തമ്മിൽ നോക്കുമ്പോൾ വെയിറ്റിൻ്റെ ഒരു ചെറിയ കുറവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഓഫ് റോഡിലും അത്യാവശ്യം സുഖകരമായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ കഴിയും.
CRR.EVയുടെ ഓൾ വീൽ സാങ്കേതികതയായ ആ ഒരു ക്വാഡ് അല്ലെങ്കിൽ ആ ഒരു ഡ്യുവൽ മോട്ടർ എങ്ങനെ വർക്ക് ചെയ്യും എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു ഓഫ് റോഡ് ട്രാക്കാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ശരിക്കും ആ ഒരു ക്വാഡ് ഡ്രൈവിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന തരത്തിലാണ് ഇവിടെ ഓരോ ഘടകങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓരോ മോഡുകളും എങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്ന് മനസ്സിലാക്കി തരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവാണ് നമുക്ക് ഈ വാഹനത്തിൽ അതെങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാം.